ഗുഡ് ഈവനിങ്. തികച്ചും സങ്കടകരമായ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പം വന്നത്. ഇപ്പം റീസെൻ്റായിട്ട് നമ്മുടെ ഒരു BDSന് പഠിക്കുന്ന നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി മരിച്ചു. ആത്മഹത്യയാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് അജണ്ട ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതായത് അവൻ പഠിക്കുന്ന കോളേജിലെ ടീച്ചേഴ്സ് തന്നെ അവനെതിരെ പ്രവർത്തിച്ചു. അവനത് മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടാക്കി. അവനെ ഇൻസൾട്ട് ചെയ്തു. ഇത്രയും 2026 എഡ്യൂക്കേറ്റഡ് ആയിട്ട് എല്ലാവരും ഉണ്ടായിട്ടും നമ്മുടെ കേരളത്തിൽ ജാതിയുടെ പേരിൽ ഇപ്പോഴും അതിക്രമങ്ങൾ. അവൻ കറുപ്പാണെന്നുള്ള പേരിൽ അവനെ അധിക്ഷേപിച്ചു. അവൻ്റെ അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടു. അച്ഛൻ പറയുന്നു അച്ഛൻ കൂലിപ്പണിക്കാരനാണെന്ന് പറഞ്ഞ് അവനെ ആക്ഷേപിച്ചു. അവൻ്റെ അമ്മയെപ്പറ്റി എന്തോ പറഞ്ഞ് ആക്ഷേപിച്ചു. അമ്മയ്ക്ക് എന്തോ സർജറി കഴിഞ്ഞു, അതിൻ്റെ പേരിൽ ആക്ഷേപിച്ചു. അവന് മാർക്ക് കുറഞ്ഞു, അതിനെപ്പറ്റി പറഞ്ഞ് ആക്ഷേപിച്ചു. അങ്ങനെ അവൻ്റെ ഒരു വോയിസ് റെക്കോർഡ് ഞാൻ കണ്ടായിരുന്നു. അതിലും പറയുന്നുണ്ട് ഒരുപാട് പേരുടെ മുന്നിൽ വെച്ച്, ഫ്രണ്ട്സിൻ്റെയൊക്കെ മുന്നിൽ വെച്ച് അവനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു. അവനെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു, അപായപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്തത് നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ്. അവിടുത്തെ പ്രൊഫസർ 2 പേരെ സസ്പെൻഡ് ചെയ്തെന്നൊക്കെ കേൾക്കുന്നു. എന്നാൽ പോലും അവർക്കൊന്ന് ചിന്തിച്ചുകൂടെ? അവർക്കും മക്കളൊക്കെ ഉള്ളതല്ലേ. അവരാണ് അവൻ്റെ സ്ഥാനത്തെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. വേറെ UPയിലോ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ ഓക്കെ, അവർക്ക് അത്രയും വിവരമുള്ളെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സാക്ഷരത കേരളം എന്ന് പറയുന്നിടത്ത് ഒരു വിദ്യാർത്ഥി മരിച്ചതല്ല, കൊന്നതാണെന്ന് തന്നെ പറയാം. ഇതിപ്പോൾ പറയുന്നതിനകത്ത് എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. കാരണം അത്രയേറെ എന്നെയൊക്കെ അത് ഹർട്ട് ചെയ്തൊരു അവസ്ഥയാണിപ്പം. എത്രയോ കഷ്ടപ്പെട്ടായിരിക്കും അവൻ ആ സീറ്റ് കിട്ടിയത് BDSന്. അവൻ്റെ അച്ഛനും അമ്മയും എത്രയും കഷ്ടപ്പെട്ട് കാണും. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുള്ള ഒരു കുട്ടിക്ക് അത്രയും നല്ലൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടി, അത്രയും പൈസ ചിലവാക്കി അവൻ എത്തിയപ്പം അവൻ്റെ എത്ര ഡ്രീംസാണ് തകർന്നു പോയത്. ആ ഫാമിലിയുടെ ഒരു ഒരു നെടുന്തൂണായിരുന്നില്ലേ അവൻ. അവന് ജോലി കിട്ടി പുറത്ത് പോകണം, കാശുണ്ടാക്കണം, ലൈഫ് സെറ്റിലാക്കണം എന്നൊക്കെയുള്ള അവൻ്റെ ഒരു ആഗ്രഹമല്ലേ നിന്ന് പോയത്. ഇതിപ്പോൾ എത്ര ഇൻസിഡൻ്റാണ്. ലാസ്റ്റ് നമ്മുടെ സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ ഇത് തന്നെയല്ലേ സംഭവിച്ചത്. അത് എങ്ങും എത്താതെ പോയി കേസും കാര്യങ്ങളും. ഇപ്പം എന്തേ വീണ്ടും 2026 എല്ലാവരും പ്രതികരിക്കുന്നുണ്ട് ചെറിയ ഇഷ്യൂവിന്. പക്ഷേ ഇതിനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും സത്യം എന്നാന്ന് കണ്ടുപിടിക്കേണ്ടത്. പുതിയ അന്വേഷണ സംഘത്തിനെയൊക്കെ ഏർപ്പാടാക്കിയെന്നൊക്കെ പറയുന്നു. എന്നാൽ പോലും ആ കുടുംബത്തിൻ്റെ നഷ്ടം അത് നികത്താൻ പറ്റാത്ത നഷ്ടമാണ്. എന്തായാലും നീതിന് നീതി കിട്ടാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പറ്റുന്ന പോലെ സോഷ്യൽ മീഡിയയിലാണേലും നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാം. നമുക്കതൊക്കെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ്